ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണ്. ഞെക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എൻഗേജ്മെൻറ്റ് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ അതിനേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ സ്റ്റേഷനിൽ കണ്ണാപുരം പോകുന്ന വീഡിയോ അല്ലായിരുന്നു നിങ്ങൾ കാണാറ്. അധിക വീഡിയോയിലും മംഗലാപുരത്തേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത് കണ്ണൂരല്ല, കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ ട്രെയിനിന് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനൊക്കെ 11 മണിക്ക് 12 മണിക്കൊക്കെ ട്രെയിനിലത് കണ്ണൂർ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ പഴയങ്ങാടി കണ്ണാവൂരൊന്നും സ്റ്റോപ്പില്ല അതിന്. അപ്പോൾ നമ്മൾ നേരെ കണ്ണൂരേക്ക് പോയിട്ട് ട്രെയിൻ കയറുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. രാവിലെ ചായ കുടിച്ച പോലെ ഉണ്ടായിരുന്നു. മോന് സ്കൂളിലൊക്കെ അയച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകണമെന്ന് തീരുമാനിച്ചത്. അതിന് മുന്നേ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കുകയെന്ന് പറഞ്ഞു. സമൂസ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ കടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സമൂസ മേടിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു കേട്ടോ. അപ്പം കണ്ണൂരിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോഴും പഴയങ്ങാടിയിൽ നിന്നും അതുപോലെ തന്നെ കണ്ണാപുരത്തു നിന്നാണ് കേട്ടോ അധികം കയറൽ. ഇറങ്ങലും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് പഴയങ്ങാടി പോക്കുള്ളൂ. പയ്യന്നൂരല്ല, പഴയങ്ങാടി പോക്കുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത സ്റ്റോപ്പിലെന്ന് വെച്ചാൽ ഇറങ്ങാൻ ആരും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതൊക്കെ വിചാരിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് പയ്യന്നൂരും പിന്നെ അതുപോലെ തന്നെ നീലേശ്വരം ഉണ്ടോയെന്ന് ഓർമ്മയില്ല. അങ്ങനെ 2-3 സ്റ്റോപ്പ് അങ്ങനെ ഉള്ളൂ കേട്ടോ. പിന്നെ കാഞ്ഞങ്ങാട്, അങ്ങനെ കാസർഗോഡ്, പിന്നെ മംഗലാപുരം, അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ മംഗലാപുരത്തേക്ക് എത്തി. മംഗലാപുരമാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. മംഗലാപുരത്ത് നമ്മൾ പോകേണ്ടത് ഉള്ളാളാണ് ഫംഗ്ഷൻ ഉള്ളത്. പക്ഷെ മംഗലാപുരത്തെ ഉള്ളാള സ്റ്റോപ്പില്ലല്ലോ. അങ്ങനെ മംഗലാപുരം ഇറങ്ങി സ്പീഡിൽ നടക്കാൻ പക്ഷേ സ്പീഡിൽ നടന്നാലും ഞാൻ നടന്നാലും ഒന്നിച്ച് പോകാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും ഇറങ്ങുന്ന സൈഡല്ല കേട്ടോ. നമ്മളെപ്പോഴും ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ആ ഭാഗത്തല്ലേ ഇറങ്ങുന്നത്. ഇപ്പം നമ്മളിപ്പോഴത്തെ സൈഡാണ് ഇറങ്ങിയത്. ഇതിലേക്കൂടെ കുറച്ച് മുകളിലോട്ട് നടന്നാൽ ഓട്ടോ കിട്ടും. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ ആൾ വന്ന് വിളിക്കാൻ തുടങ്ങും കേട്ടോ. ഓട്ടോ വേണം എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മേലോട്ട് കയറി ഓട്ടോ എടുത്തു. നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് ഉള്ളാളത്തേക്ക് പോകേണ്ടത്. പിന്നെ മംഗലാപുരം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇതിലേതാ ഫസ്റ്റ് പോകുന്ന ബസ് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ കയറി കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓട്ടോ നമ്മൾ ബസ്സിൻ്റെ മുന്നേ തന്നെ കൊണ്ട് ഇറക്കി. അപ്പോൾ ഫസ്റ്റ് പോകുന്ന ബസ്സിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് ബസ് കയറി. അങ്ങനെ നമുക്ക് ഈ ബസ്സിന് പോയാലും ബസ് ഇറങ്ങേണ്ടത് തെക്കോട്ടാണ്. തെക്കോട്ട് ഇറങ്ങിയിട്ട് ഫംഗ്ഷൻ നടക്കുന്ന പിന്നെ റിസോർട്ടിലേക്ക് ഓട്ടോക്ക് പോകണം കേട്ടോ. ഉള്ളാളം പള്ളീൻ്റെ അടുത്താണ് കേട്ടോ. പള്ളി അപ്പുറ സൈഡും റിസോർട്ട് ഇപ്പുറത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ വിലക്കിട്ട് കിട്ടി. നമ്മൾ പോകുമ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ ഫാമിലിയിൽ നിന്ന് എത്തണം കേട്ടോ. ഇവളത്താണ് എൻഗേജ്മെൻറ്റ്. പിന്നെ ഇനി ചെക്കൻ വരുന്ന വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ. പെണ്ണിൻ്റെ ഫാമിലി മൊത്തം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ ഫാമിലിയാണ് കേട്ടോ എത്താനുള്ളത്. അങ്ങനെ ചെക്കൻ്റെ ഫാമിലിയൊക്കെ എത്തി കേട്ടോ. അങ്ങനെ അവർ വന്ന് ഇനി അവർ കൊണ്ടുവരുന്ന സാധനമൊക്കെ ഒരാളിങ്ങനെ എടുക്കാം കേട്ടോ. സ്നാക്സും ഡ്രസ്സും സ്വർണ്ണമൊക്കെ ട്രോളിയും ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു. ഇപ്പോൾ ഇനി ഓരോരാൾ ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ. പെണ്ണിന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. ഗിഫ്റ്റ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഇവർ ഈ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അവർക്ക് മാറ്റി കൊടുക്കും. പിന്നെ അതിന് ശേഷമാണ് ചെക്കൻ വരുന്നത് കേട്ടോ. സ്നാക്സും അവർക്ക് ഡ്രസ്സും സ്വർണ്ണമൊക്കെയാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോവും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു കേട്ടോ. ഫുഡ് ഉണ്ടായത് ബിരിയാണി, പൊറോട്ട, നൂൽപുട്ട്, ചിക്കൻ, വെജിറ്റബിൾ കുറുമ, ചിക്കനും ബീഫ്, അതൊക്കെ തൈര്, ഐസ്ക്രീമും, അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലെമൺ ടീയും അതും കുടിച്ചു. അങ്ങനെ പെണ്ണിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് മാല കെട്ടി കൊടുക്കാം കേട്ടോ. ചെക്കൻ്റെ ഉമ്മയാണ് കെട്ടി കൊടുക്കുന്നത്. ഇതാണ് അവർ കൊണ്ടുവന്ന മാല കേട്ടോ. അപ്പോൾ അതൊക്കെ കെട്ടിക്കൊടുത്തു. ഇനിയിപ്പം ചെക്കന് സ്റ്റേജിലേക്ക് വരണം. അതിന് മുന്നേ അവർ ഫുഡ് കഴിക്കാനും പോകുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി വന്നതിന് ശേഷം ചെക്കനും കൂടി വന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് എല്ലാ ഫങ്ഷനും പോലെ തന്നെ ഫോട്ടോ എടുക്കലും ഓരോരോ ഫോട്ടോഷൂട്ടൊക്കെയാണ്. അതിന് ശേഷം ചെക്കന് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റേജിലേക്ക് വരുന്നുണ്ട്.
കഴിഞ്ഞു. ഇതിന് നേരം മൊക്കാമിലേക്ക് പോകണം. അതിന് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോയ മൊക്കാമാണ് കേട്ടോ, ഉള്ളാളം. അങ്ങനെ നമുക്ക് പള്ളിയിൽ പോകാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും പോകാതെ തിരിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ പള്ളിയിലേക്ക് എത്തി. ഇപ്രാവശ്യം നമ്മൾ കല്യാണത്തിന് പോയത് നേരെ സക്ലസ്പുരത്ത് നേരെ കാസർഗോഡേക്ക് വരിക ചെയ്തത്. അപ്പോൾ നമ്മൾ ഉള്ളാളം പള്ളിയിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. പോകുമ്പോൾ അങ്ങനെ തന്നെ ഇവിടെ കയറാൻ പറ്റിയിട്ടില്ല. പള്ളീൻ്റെ മുറ്റത്ത് എത്തിയിട്ട് നമ്മൾ പള്ളിയിൽ കയറാണ്. അധികം ഞങ്ങൾ പള്ളിയിൽ പോകാണ്ട് ഞങ്ങൾ തിരിച്ച് വരത്തില്ല, മംഗലാപുരം പോയി. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ കാസർഗോഡ് അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് പിറ്റേന്ന് അനിയത്തി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ എൻഗേജ്മെൻറ്റ് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ഇതൊരു വീഡിയോ ആയിട്ട് ഇരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.